IPL ഇന്ന് സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസ് ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ മത്സരം ഒരു ശക്തമായിട്ടുള്ള ഒരു മത്സരമായിരിക്കും. അതായത് 300 മോർ അതിൽ മേലെ റണ്ണ് വരാനുള്ള നല്ല സാധ്യതയുള്ള ഒരു മത്സരം. 300 മോർ റൺസ് വരാൻ സാധ്യതയുള്ള ഒരു കളിയാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്നത്തെ കളി എടുത്തു നോക്കി കഴിഞ്ഞാല് ഹൈദരാബാദും കഴിഞ്ഞ വർഷം ഹൈദരാബാദ് രാജസ്ഥാനെ ഏറ്റുമുട്ടിയ സമയത്തെല്ലാം വളരെ മികച്ച വിജയം ഹൈദരാബാദ് പല സമയങ്ങളിൽ രാജസ്ഥാനെതിരെ സ്വന്തമാക്കി. പിന്നെ വൺ സൈഡഡ് ഗെയിം ഇതുവരെ രാജസ്ഥാൻ റോയൽസും ഇവർ തമ്മിലുള്ള മത്സരത്തിൽ വൺ സൈഡഡ് ഗെയിംസ് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. പിന്നെ ഇന്നത്തെ മത്സരത്തിലാവട്ടെ SSC ജയ്സ്വാൾ പിന്നെ ഒപ്പം ആരായിരിക്കും ഓപ്പൺ ചെയ്യുക എന്നുള്ള കാര്യം പലരും ചോദിക്കുന്നുണ്ടായിരുന്നു. ജോസ് ബട്ട്ലർ പോയതിനെ തുടർന്ന് ജയ്സ്വാളിന്റെ ഓപ്പണിംഗ് ജോഡി ആരായിരിക്കും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സഞ്ജു സാംസൺ ആയിരിക്കും ജയ്സ്വാളിന്റെ ഒപ്പം ഓപ്പൺ ചെയ്യുക. പക്ഷെ സഞ്ജു സാംസൺ നോക്കാം. നമുക്ക് റിപ്പോർട്ട് ഇയാളെ തന്തവൈബ്, ഇയാള് ചെന്നൈന്റെ പേരാണ്. ഇയാളോട് വല്ലാതെ ആൾക്കാർ ഇയാളില്ലേ തന്തവൈബാണ്. അതായത് ഇയാളെ പ്രശ്നം വെച്ചാൽ കഴിഞ്ഞ വർഷം RCB സപ്പോർട്ട് ചെയ്ത് RCB ഇട്ടെടുക്കാനായി. RCB ഇത്തവണ ഇയാൾ സപ്പോർട്ട് ചെയ്ത് ചെന്നൈക്കാരോട് അത് പറയാനുള്ള കാര്യം ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഈ വർഷത്തെ പ്ലേ ഓഫ് സാധ്യതകള് അവസാനിച്ച് പ്ലേ ഓഫിൽ ചെന്നൈ കയറില്ല. കാരണം മൂപ്പര് ഏതൊക്കെ ടീമിനെ സപ്പോർട്ട് ചെയ്തോ ആ ടീമൊക്കെ പുറത്തായ ചരിത്രം IPL ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, ഇന്നത്തെ മത്സരത്തിൽ ജയ്സ്വാളിനോടൊപ്പം സഞ്ജു സാംസൺ ഓപ്പണിംഗിൽ ഇറങ്ങും. അദ്ദേഹം ക്യാപ്റ്റനായിട്ട് ഉണ്ടാവില്ല, ക്യാപ്റ്റനായിട്ട് റിയൻ പരാഗ് ആയിരിക്കും. അദ്ദേഹം ബാറ്റിംഗിൽ മാത്രമേ ഇറങ്ങുള്ളൂ. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എന്തായാലും വീഡിയോക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തും. കളിന്റെ പ്രൊഡിക്ഷൻ പറയും. കളി രാജസ്ഥാൻ ജയിക്കും. അപ്പൊ നിങ്ങളെ അഭിപ്രായം ഒന്ന് പറയാം. അപ്പൊ മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നതിന് വരേക്കും സൈനിങ് ഓഫ്.